ആ മോളെ, ആഷിക്കിന്റെ കത്തുണ്ടായിനോ? ഇങ്ങോട്ടെടുത്തോ. ഇല്ലേ വേണ്ട. എന്താ വർത്തമാനെന്ന് മോള് തന്നെ പറഞ്ഞാ മതി. സുഖമായിട്ടിരിക്കണം. കുറച്ച് പൈസ അടുത്ത ആഴ്ച അയക്കാന്ന് പറഞ്ഞിക്കണ്. വരാൻ 1 മാസം കൂടെ വൈകും. വേറെ വിശേഷമൊന്നുമില്ല. ആ എന്നാ ഞാനൊന്ന് മേല് കഴിയിട്ട് വരാം. മേസ്ത്രി വന്ന ഇരിക്കാൻ പറയും. ശരി. മാഷേ, ഇതാര് കണാരനാ? തീയതി 10 അങ്ങ് മറന്ന്. ആ മാഷേ, ഞാൻ പലിശയ്ക്ക് വന്നതല്ല. അത് 15-ാം തീയതി അല്ലേ, സമയമുണ്ട്. കേറിയിരിക്ക്, ചായ പിടിച്ചിട്ട് പോവാം. അതൊന്നും വേണ്ടാന്നേ. പിന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ആ ബിൽഡിംഗ് ഇല്ലേ, അതിലെ ഒരു 3 മുറി ഞാനിങ്ങ് വാങ്ങിക്കുക. അതൊരു നല്ല കാര്യമല്ലേ. അടുത്ത 15-നാ രജിസ്ട്രേഷൻ. കുറച്ചധികം പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാഷ് വാങ്ങിച്ചിട്ടുള്ള ആ മുതല് ഒന്ന് തിരിച്ചു തരണം. 1 മാസത്തെ സമയമുണ്ട്. ആട്ടെ, നമ്മുടെ ആഷിക്ക് എന്നാ വരുന്നേ? കത്തിപ്പം വന്നേ ഉള്ളൂ. 1 മാസം കൂടി എടുക്കൂന്നാ പറഞ്ഞേ. പണം അത്യാവശ്യം ആയതുകൊണ്ടാ മാഷേ നേരിട്ട് വന്നത്. ഒഴിവ് കഴിവ് പറയരുത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല മാഷേ, ഏതായാലും ആ പലിശ ഇങ്ങോട്ട് തന്നോളൂ. ഇനി ഞാൻ ഒന്നുകൂടി വരണ്ടല്ലോ. ശരി. ഇല്ല, തേച്ചുകൊണ്ട്. ശരി ശരി. എന്നാ മോള് 1 ലക്ഷത്തിന്റെ കുറി വല്ലതും ചേർന്നിട്ടുണ്ടോ? 1 ലക്ഷത്തിന് ഇനിയിപ്പോൾ എവിടെ പോകും? ലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ടായിഞ്ഞോ? ഷൈനി മോൾ എവിടെ പോയി? ഏതോ ഒരു തുണി അടിച്ചത് കൊടുക്കാനെന്ന് പറഞ്ഞു പോയിരിക്കും. എടാ കുട്ടാ, ആ റിമോട്ടിങ് തന്നെ ന്യൂസ് ഒന്ന് കാണട്ടടാ. തരാം. ഇത്തവണ വിളവെടുപ്പ് വളരെ മോശമാകുമെന്നും ഇതിനായി സർക്കാർ നടപടികൾ ഉടനെ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് കളക്ട്രേറ്റിനു മുമ്പിൽ ഉപരോധം. കടത്തപ്പെട്ട ബസ് ആരുടേതെന്നോ കടത്തിയവർ ആരെന്നോ ഉള്ള വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ലക്ഷ്മി അമ്മ ഇവിടെ ഉണ്ടാവല്ലോ അല്ലേ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ ഓള് വന്നിട്ടേ പോകൂ. ഞാനാ ശാരദ ടീച്ചറുടെ വീട്ടിൽ നിന്ന് തയ്ക്കാൻ തന്നത് കൊടുക്കാൻ പോയതാ. നാളെ രാവിലെ ഗുരുവായൂർക്ക് പോവാ. മാഷെങ്ങടാ? ഞാൻ ആ ബൂത്തിൽ പോയി ആഷിക്കിനൊന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ച്. പണി കഴിഞ്ഞിപ്പോ റൂമിലെത്തിയിട്ടുണ്ടാവും. ഞാനിവിടുന്ന് വിളിച്ചു നോക്കി, ആരും ഫോൺ എടുക്കണില്ല. പേടിക്കാനൊന്നും ഇല്ലല്ലോ മാഷേ? പേടിക്കാനൊന്നുമില്ല. എന്നാലും രാത്രി ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം. അമ്മമ്മേ, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞെന്താ? അമ്മമ്മയ്ക്ക് അറിയില്ല മോനെ. അമ്മമ്മ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. അമ്മേ, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞെന്താ? ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാ എനിക്കറിയില്ല. അപ്പ അമ്മയ്ക്ക് അറിയൂലേ? അയ്യോ, എനിക്കൊന്നും അറിയില്ലേ. നീയേ മാഷോട് ചോദിക്ക. വല്യുപ്പ, ഐ ഡോണ്ട് നോ എന്ന് അർത്ഥം എന്താ? ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അയ്യേ, ഇതും കൂടി അറിയില്ല വല്യുപ്പയ്ക്ക്. പിന്നെ എന്താ വല്യുപ്പ സ്കൂളിൽ പഠിപ്പിച്ചേ? എടാ കള്ളാ,
എന്താ മാഷെ? ആ ഷെനിമോളെ, ഷെനിമോളെ, ഇത് ഭരണ വഴിക്ക് ഇത്തിരി അയില കിട്ടി. നല്ല ബെസ്റ്റ് അയില, പെടക്കണ അയില. ഞാൻ കുറച്ച് വാങ്ങിച്ച്. ആ, നല്ല തേങ്ങയും കൂട്ടി വറുത്തരച്ച് അങ്ങോട്ട് വെച്ചാലുണ്ടല്ല, ചോറ് ഉള്ളിലോട്ട് പോണ അറിയില്ല. അതെ മേസ്ത്രി, അതിന് തേങ്ങ അരിക്കണോ മാങ്ങ അരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആയിക്കോട്ടെ. ആ, കൊള്ളാം. എന്താ പക്ഷെ സുഖമില്ലേ? മുഖം വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല. ഓരോ കാര്യങ്ങളെ മനുഷ്യന് സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ലല്ലോ. ഈ വിമാനം കടത്തിക്കൊണ്ട് പോലും ബസ് കടത്തിക്കൊണ്ട് പോലും നമ്മുടെ ആശയ്ക്ക് ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഇത് വേറെ ഏതോ നാട്ടിലാ. ആശയ്ക്ക് ജോലി ചെയ്യുന്നിടത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. ആ, എന്താ മാഷേ രണ്ടുപേരും വലിയ സീരിയസ് ആയിട്ട്? ദേ കണ്ടോ, ബസ് തട്ടിക്കൊണ്ട് പോയിന്ന്. അഫ്ഗാനിസ്ഥാനിലാണെന്നേ ഉള്ളൂ. 2-3 ദിവസമായിട്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. മാഷ് വെറുതെ ടെൻഷൻ അടിക്കാതെ. ടെൻഷനൊന്നുമില്ല, ഇന്നാലും ഒരു പേടി. നിങ്ങൾ ബേജാറാവാണ്ടിരി. ഞാൻ ആ പണി നടക്കുന്നിടത്തൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. മോളെ, അകത്തുനിന്ന് ഒരു ഷർട്ടിങ് എടുത്തോ. ഞാൻ ആ നിസാറിൻ്റെ ബൂത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. 2-3 ദിവസം ലീവ് എടുത്ത് റൂമിലിരിക്കാൻ ആഷിക്കിനോട് പറയാം. എന്താ ഈ മുട്ടത്തലേന് കുറേ നേരമായിട്ട് മനുഷ്യനെ പഠിക്കുന്നത് വെച്ചിട്ട് പോടും. അത്യാവശ്യം കോളി നിൽക്കുമ്പോഴേ എൻ്റെ ഒരു എടുക്കല്ലോ മാഷേ, പണിക്ക് പോയിട്ടുണ്ടാവും. നീ ഒന്നുകൂടി അടിച്ചു നോക്ക്, കുളിക്കേറ്റായിരിക്കും. എടുക്കണില്ല. കുറച്ച് കഴിഞ്ഞ് ഈ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഞാൻ പുരപ്പണി അടക്കുന്നിടത്ത് പോയിട്ട് വരാം. പോറ്റി, എന്താ മാഷേ പതിവില്ലാണ്ട് ഉച്ചയ്ക്ക്? പുരപ്പണി നടക്കുന്ന ഒരേ തിരക്കേ. ആ പായിങ്ങെടുത്ത് പുരയിലേക്ക് എത്തുമ്പോഴേക്കേ ഒരു നേരവും. ചേട്ടാ, ആ പോസ്റ്റ്മാൻ ഇങ്ങോട്ട് വന്നോ? വന്നില്ലല്ലോ, ഇപ്പൊ വരും. ഇങ്ങോട്ട് കയറിയിരുന്നു. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഒന്ന് നിന്നേ. എന്തേ കത്തുമല്ലോ വരാണ്ടോ? എന്താ പേര്? വരാനല്ല, തരാനാ. പാഴ്സലാ. പാഴ്സലാണെങ്കിൽ അങ്ങ് പോസ്റ്റ് ഓഫീസിൽ പോകും. അവിടെ ആ കൗണ്ടറിന്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ രമണി ചേച്ചി ഉണ്ടാവും. രമണി ചേച്ചി ഏൽപ്പിച്ചാൽ മതി. ഇത് തനിക്ക് നേരിട്ട് തരാനുള്ളത്. നേരിട്ട് പിടിച്ചോ. നിങ്ങൾ ആരാ? ഇന്നലെ നീ കത്തുകൊടുത്ത സുമതിയില്ലേ, ഓളുടെ ഏട്ടനാ. വരട്ടെ. ഇത് പാഴ്സൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കാണാനും പറ്റി. ആ ശരി പോറ്റി. സാരമില്ല, മണ്ടിക്കളഞ്ഞവൻ ഇല്ല, തീർത്താനവന്. പോറ്റി, ഓനൊരു ചായ ഇട്ട് കൊടുക്കും, എന്നിട്ട് എന്റെ കണക്കിലേക്കും. നീ ഓനെ പിന്നെ വിളിച്ചിരുന്നോ നിസാറേ? മാഷേ വിളിച്ചിരുന്നു, ബെല്ലടിക്കണുണ്ടായി, എടുക്കണില്ല. ഇയാൾ കയറിയിട്ടാണെങ്കിൽ 1 മണിക്കൂറായി. നിസാറേ, എന്തിത്താ മാഷെ വിശേഷം? ആശയ്ക്ക് വന്നോ? ഇല്ല, ലീവ് കിട്ടുന്നില്ല. ഓനൊന്ന് വിളിച്ചു നോക്കാൻ വന്നാ. എന്റെ പോരയിലെ ഫോൺ കേടാ, 2 ദിവസമായി. ഒന്ന് കംപ്ലൈന്റ് ചെയ്യണം. അത് വർക്ക് ചെയ്യണില്ല. ഇത് വർക്ക് ചെയ്യില്ല. വിളിച്ചോ. ഇയാൾ ഇതിനകത്ത് താമസം തന്നെയാ, എപ്പം നോക്കിയാലും. ഒരു മിനിറ്റ്. നീ ഇനി ഒന്നും പറയണ്ട. നീ എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. എന്നെ ചതിക്കാണല്ലേ നിന്റെ സ്വഭാവം. എൻ്റെ കയ്യിലെ കാശ് കയറുന്നപ്പോൾ നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലേടി. ഇനി മേലെ എൻ്റെ കണ്ണുമ്പോ വന്നാൽ നിന്നെ കൊന്ന് പൂത്ത് കീറും. അമ്പോ, ഇനി മേലാൽ എന്നെ വിളിച്ചാണ്ടല്ലോ. എന്താ കുള്ളൻ മാഷേ? For more updates, like
comment, subscribe to our channel.